ചടങ്ങുകൾക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പമാണ് എത്തുന്നത്. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെ കൗതുകമുള്ള നിമിഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്. രാഷ്ട്രീയ കൗതുകം എന്ന് പറയുന്നത് ഈ ദിവസത്തെ ചടങ്ങിന്റെ മറ്റൊരു പ്രത്യേകത മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആരൊക്കെ എത്തി, ആരൊക്കെ പ്രമുഖരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനുള്ളത്? പ്രതീഷ്, ഏറ്റവും വലിയ കൗതുകം ഈ മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ വരുന്നു. അത് രാഷ്ട്രീയ പോർവിളികൾ, ഗവർണർ സർക്കാർ പോര്, അത് തെരുവിലും നിയമപരമായുള്ള പോരാട്ടമെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ ഇത്തരം ഒരു കൗതുകം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ എന്തായിരിക്കും മാറ്റങ്ങൾ എന്നതും ഒരു പ്രധാനമാണ്. നിലവിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ചില മാറ്റങ്ങൾക്ക്, ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന ചില സൂചനകളും ഇവിടെ ഇപ്പോൾ സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്ന് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷെ അതിലൊരു അന്തിമമായൊരു ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇനി 5 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. കൃത്യസമയത്തിന് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേദിയിലേക്ക് എത്തുകയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. പ്രോട്ടോകോൾ അനുസരിച്ച് ഉദ്യോഗസ്ഥർ അവരുടെ വേദിയിലേക്ക് നില ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പിണറായി മന്ത്രിസഭ 2ാം ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് 2.5 വർഷം പൂർത്തിയാകുമ്പോൾ 2 പേരാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. അത് മുന്നണി ധാരണ പ്രകാരമായിരുന്നു. ഒരു കക്ഷി മാത്രമുള്ള, ഒരാൾ മാത്രം വിജയിച്ച കക്ഷികൾക്ക് 2.5 വർഷം എന്നുള്ളതായിരുന്നു ധാരണ പ്രകാരമുള്ള മുന്നണിയിലെ ആ ഒരു ധാരണ. അതാണ് പൂർത്തീകരിക്കുന്നത്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ തുടരാം. പ്രതീക്ഷ, മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് കാണുമ്പോൾ അത് രാഷ്ട്രീയമായുള്ള ഒരു വെല്ലുവിളികൾ, പോർവിളികൾ, ഒപ്പം നിയമപരമായും സർക്കാരും ഗവർണറും ഏറ്റുമുട്ടുന്ന ഈ അവസരം രണ്ടുപേരും ഒരു വേദിയിൽ വരുന്നു. അത് ഭരണഘടനാപരമായ ഒരു ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി മന്ത്രിസഭയിൽ രണ്ട് ഒഴിവ് വന്നപ്പോൾ അത് സ്ഥാനം പകരം 2 പേർക്ക് ചുമതല കൊടുക്കുക എന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഗവർണർക്ക് നിർവഹിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ നടപ്പാക്കുന്നത്. അപ്പൊ അതിൽ ഒരു തരത്തിലുള്ള ഒരു ഉടക്കോ വിയോജിപ്പുകളോ ഒന്നും തന്നെ, പ്രതിസന്ധികളോ ഒന്നും തന്നെ രാജ്ഭവൻ സൃഷ്ടിച്ചിരുന്നുമില്ല. മുൻപ് സജി ചെറിയാൻ, അതായത് 1 വർഷം മുമ്പ് 2023 ജനുവരി 4-ാം തീയതി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ സമയം നമുക്കറിയാം. ഭരണഘടനയെ അവഹേളിച്ചു എന്ന വിഷയത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നു. തിരികെ സജി ചെറിയാനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ ഗവർണർക്കുണ്ടായിരുന്ന വിയോജിപ്പുകൾ, അത് ഏറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഒടുവിൽ ഗവർണർ വഴങ്ങുന്നത്, മഞ്ഞുരുകുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഇത്തവണ ഉണ്ടായില്ല. പക്ഷേ ഗവർണറും മുഖ്യമന്ത്രിയും ഇന്നിപ്പോൾ രാജ്ഭവന്റെ വേദിയിൽ ഒരുമിച്ചെത്തുമ്പോൾ പല വിഷയങ്ങളിലുള്ള എതിർപ്പുകൾ, അത് പോർവിളികളായി ഇന്നലെയും ഇന്നുമെല്ലാം തുടരുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് ഈ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമെന്നത്, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ നിയമ പോരാട്ടത്തിൽ ഒരു വശം നടക്കുന്നു. രാഷ്ട്രീയമായ പോർവിളി, അത് CPM-ന്റെ ആണെങ്കിലും SFI-യുടെ ഒക്കെ ആണെങ്കിലും, ഇന്നലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന ഗവർണറെ SFI എല്ലാം തെരുവിൽ സ്വീകരിച്ചത് കരിങ്കൊടി കാണിച്ചെല്ലാമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള വിയോജിപ്പുകളെല്ലാം തന്നെ നിലനിൽക്കുന്നു. അത് തുടരുക തന്നെ ചെയ്യുമെന്ന് അല്പം മുൻപ് LDF കൺവീനർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ പരിപാടിയും തുടരും. അത് ഓരോ സംഘടനകൾ തീരുമാനിക്കുന്നതാണ്. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ഗവർണർക്ക് ജനങ്ങളോട് ബാധ്യതയില്ല, ഉത്തരവാദിത്വമില്ല എന്നതാണ്. പക്ഷേ സർക്കാരിന് അങ്ങനെയല്ല. അപ്പോൾ സർക്കാർ ഇത്തരം പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് എന്നതാണ് LDF കൺവീനർ തന്നെ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇന്നിപ്പോൾ ഒരു വേദിയിൽ 2 പേരും എത്തുമ്പോൾ അവർ പരസ്പരം സംസാരിക്കുമോ, മൗനം പാലിക്കുമോ, വാക്കിലും നോട്ടിൽ നമുക്ക് വഴിക്ക് തന്നെ കാണാം. പ്രശാന്ത്, നേരത്തെ പ്രശാന്ത്